कोई मिल गया कोई मिल गया कोई मिल गया ഗൈസ് ഭയങ്കര നാച്ചുറൽ ആയിട്ടുണ്ടെല്ലാം मिल ही गया मिल गया मिल ही गया मिल गया मुझको क्या हुआ है റെക്കോർഡ് ഓൺ ആക്കിയിട്ടില്ല പെട്ടെന്ന് എനിക്ക് ബ്രൂണോ ബ്രൂണോനെ കാണിച്ചിട്ട് വെൽക്കം ടു മൈ വ്ലോഗ് എന്ന് പറ. ഹലോ ഗായ്സ് ഹലോ ഗായ്സ് എല്ലാവർക്കും ഒരു വീക്കെൻഡ് വ്ലോഗിലേക്ക് സ്വാഗതം. ഗൈസ് ഞാൻ എന്റെ വെല്ലിച്ചന്റെ വീട്ടിലാണ്. കണ്ടില്ലേ, വെറുതെ നിന്ന് കുറച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് ബ്രൂണോയ്ക്ക് പണി കൊടുക്കാം. ഗുഡ് ബൈ. ഗിവ് ദ അതർ പോ. Good boy. High five. Ready? 1, 2, 3, start. ഇതാണ് നമ്മൾ ബ്രൂണോയ്ക്ക് കൊടുക്കണ പണി. കുറച്ചാൽ അത് പിടിച്ചിരുന്നോളൂ. ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്താണ് ആന്റി? ഞങ്ങള് ഇന്ന് കുക്കിംഗ് ചെയ്താലോ എന്ന് ആലോചിക്കുക. ഒരു കുക്കിംഗ് വ്ളോഗ് ആക്കിയാലോ എന്ന് ആലോചിക്കുക. ഇവിടെ എല്ലാവരും നോമ്പാണ്. ഞാൻ അതുകൊണ്ട് എനിക്ക് തിന്നാൻ ഉണ്ടാക്കും. ഞാൻ നോമ്പല്ല, ആന്റിയും നോമ്പല്ലല്ലോ. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കും. ചിക്കൻ തന്നെ ഇപ്പൊ ബ്രൂണോ നോക്കണം. ബ്രൂണോ ചിക്കൻ 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 സോസേജ്. ബ്രൂണോ സോസേജ്. ഓക്കെ, ഞങ്ങള് പ്രോൺസ്, കോൺ, പിന്നെ എന്തൊക്കെയോ മേടിക്കാൻ വേണ്ടി പോവാം. ഞങ്ങൾ ഇന്നൊരു ആംഗ്രി ഷെഫിന്റെ ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. ഇവരാരും കഴിച്ചിട്ടില്ല, ഞാൻ കഴിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. പെപ്പറിക്ക പൗഡർ തപ്പണ സ്ഥലമാണിത്. ഡിഷ് വാഷിന്റെയും പാത്രം കഴിയുന്നത് ഇവിടെ ഒന്നും ആയിരിക്കില്ല. അതെ, അവിടെ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അതെ ബയാറയുടെ എടുക്കാം. ഇതാണ് പെപ്പറിക്ക. പിന്നെ നമ്മള് വെളുത്തുള്ളി മേടിച്ചു. പിന്നെ പ്രോൺസ് നന്നാക്കാൻ കൊടുത്തു. കോൺ മേടിച്ചു. അഷ്വാക് മാർട്ടില് കോൺ കിട്ടോ ഇല്ലേ? കിട്ടും, എന്തായാലും കിട്ടും. എന്താ ഇത്ര ഉറപ്പ്? ബിക്കോസ് ഇവിടെ ഫുള്ള് ഈ വൈറ്റ്സ് കോൺ കിട്ടി ഗൈസ്. അവസാനം ഞങ്ങളെ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ കിട്ടി. ഇനി ഞങ്ങളൊരു കുക്കിംഗ് ചെയ്യും. അത് കണ്ടോണ്ടിരുന്നു, മര്യാദക്ക് മിണ്ടാണ്ടിരുന്നോളൂ. സബ്സ്ക്രൈബ് ചെയ്ത് അത് തിന്നത് ഞങ്ങൾ കണ്ടിട്ട് കൊതിയിട്ടിട്ട് പോയാൽ മതി. ഞങ്ങള് വെളുത്തുള്ളി നന്നാക്കുന്നു. അതുപോലെ തന്നെ കോണാണ് നമുക്ക് ആവശ്യമുള്ളത്. കോൺ നമ്മള് വെള്ളത്തിൽ ഉപ്പിട്ട് കുറച്ച് നേരത്തേക്ക് തിളപ്പിക്കണം. എസ്തറ്റിക് വേണ്ട അല്ല ചേച്ചി എടുത്തോ. ഇതിവിടെ നമുക്ക് ഫ്രഷ് പ്രോൺസ്, പിന്നെ ഗ്രേറ്റഡ് എന്ന് പറയാനൊന്നും അറിയില്ലേ, ഗാർലിക്, പിന്നെ ഇത് പെപ്പറിക്കാണ്, ബയാറ് നല്ല പെപ്പറിക്കാണ്. പിന്നെ നമ്മൾ കുറച്ച് സോൾട്ടഡ് ബട്ടർ. പിന്നെ നമ്മൾ ബോയിൽ ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് വോയിസ് എന്നിട്ട് മിസ് ചെയ്യണം. മൈൻഡ് ചെയ്തിട്ട് മതി. ബോയിൽ ചെയ്ത കോൺ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട്? എന്തുകൊണ്ടാണ് എനിക്കൊരു ഇൻഫ്ലുവൻസറായി വളരാൻ പറ്റാത്തത് എന്താന്ന് വെച്ചാല്, ഞാൻ എന്ത് വ്ളോഗ് എടുത്താലും പിന്നിലുള്ളവർ എന്തെങ്കിലുമൊക്കെ മിണ്ടിക്കൊണ്ടിരിക്കും. അതെ, ഇപ്പൊ കണ്ടില്ലേ, അതെ അവിടെ കാണും. ഞാനിവിടെ വ്ളോഗ് എടുക്കണ്ട, എന്തെങ്കിലും മൈൻഡ് ഒന്ന് നോക്ക്. കണ്ടോ, ക്യാമറ പോയിന്റ് ചെയ്തിട്ട് വരെ അവരൊന്നും മിണ്ടണ്ട ഗൈസ്.
Okay guys, let's start cooking. തീ കത്തിച്ചു. ഇനി നമുക്ക് ഇത് ചൂടാകുമ്പം ഇതിലേക്ക് ബട്ടർ ഇടാം. പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ട് കേട്ടോ. അതാണ് ചില്ലി ഫ്ലേക്സ്. സോറി ഗൈസ്, ദിസ് ഈസ് ചില്ലി ഫ്ലേക്സ്. ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്യണം. അയ്യോ അതന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ. പക്ഷെ ഇത് സോൾട്ട് ആണ്. പക്ഷെ നമ്മള് മിഡിൽ ക്ലാസ് ഫാമിലി ആണല്ലോ, അത് കാരണം നമ്മള് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇങ്ങനെ സോറി നമ്മളിതില് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഹെൽത്തി ആണോ? ഹെൽത്തി കുട്ടന്മാര്. നല്ല ബട്ടർ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് തന്നെ ഒരു വ്യൂ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. ബട്ടർ ഇട്ടിട്ട് ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റാവണം. നമ്മളിതില് ഗാർലിക് ഇടും. ഗാർലിക് ഇട്ടു. ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുമ്പോ ഇത് നമ്മൾ വോയിസ് ഓവർ ചെയ്യോ അല്ലെങ്കിൽ ഇതായിട്ട് ഇടുമെന്ന് അറിയില്ല. ഈ വ്ളോഗ് വരുമെന്ന് പോലെ എനിക്കറിയില്ല. ഗാർലിക് ഇതിൽ നമ്മൾ വേറെ ഒന്നും ഇടണില്ല. ഗാർലിക് ആണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ്. ആ ഗാർലിക് സോട്ട് ചെയ്ത് വരുന്ന ഒരു സ്മെല്ല് എനിക്ക് ഈ ക്യാമറമാൻ വിഷയം തുടങ്ങി. അപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ കുത്തി ഗാർലിക് ഇത്തിരി സമയം എടുക്കും ഇത് ബ്രൗൺ ആവാൻ. കാരണം നമ്മൾ എണ്ണ വെച്ചിട്ടില്ലല്ലോ. അതെ, അപ്പൊ ഞാൻ ഈ കോൺ എടുത്ത് തിന്നാണ് ഗൈസ്. ഗൈസ് ഞാൻ ഒരു പ്രത്യേക കാര്യം പറയട്ടെ. കോൺ ഇങ്ങനെ ബോയിൽ ചെയ്യണതാണ് അവര് എന്താ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ എന്റെ വലിയച്ഛൻ എനിക്ക് മുറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മുറിച്ചതാണ്. നോക്കൂ, ഇതിങ്ങനെ ഒരു നല്ല ബ്രൗൺ കളറാണ്. നല്ല മണം വരും. ഇപ്പൊ എങ്ങനെയുണ്ട് മണം? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗാർലിക് സോട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഇതില് വെജീസ് ഇട്ടിട്ടും തിന്നാം. കുറച്ച് കരിയണം, എന്നാലാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് ഇളക്കങ്ങട്ട്. കൈ പാത്രം ഒന്നും ഇളകണില്ല, ശരീരം മാത്രം ഇളകണുള്ളൂ. പ്രോൺസ് ഇടണം. അവിടെ ഡാഡ വന്നിട്ടുണ്ട് കമന്റ് അടിക്കാൻ. നന്നായിട്ട് റോസ്റ്റ് ഇതാക്കിയ ഇതിലേക്ക് പൗഡർ. നമ്മളിനി എന്താ ഇടാൻ പോണേ? സാധാരണ കുറച്ച് വെന്തിട്ട് മതി എന്ന് പറയും. പക്ഷെ ആ മസാല നന്നായിട്ട് ഇത് പിടിക്കേണ്ടത് കൊണ്ട് ഞാനിത്തിരി നേരത്തെ പെപ്പറിക്ക പൗഡർ ഇടും. പെപ്പറിക്ക പൗഡർ എന്ന് പറയുന്നത് കുറച്ച് എരിവും എന്നാൽ കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ഈ മറ്റേ ഉണ്ടമുളക് കണ്ടിട്ടില്ലേ? ഫോക്കസ് ചെയ്ത ഈ ഉണ്ടമുളകില്ലേ, അത് പൊടിച്ചപ്പൊടി റെഡ് പെപ്പർ. അതന്നെ ഉണ്ടമുളക്. ഉണ്ടമുളക് നാട്ടോ ഗൈസ് പേര്. നോട്ട് എന്താ എന്റെ പേര്? ഉണ്ടമുളക്. റെഡ് പേപ്പർ അല്ല, ഉണ്ടമുളകാണ്. നമുക്കത് ഉണ്ടമുളക്. ഞാന് ഇതുപോലെ ഒരു സാധനം ഉണ്ടാക്കി വീഡിയോ ഇടണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിലും അതെ സാഹചര്യം നമ്മളെ സമ്മതിക്കുന്നില്ല. ഒന്നെങ്കിൽ വീഡിയോ എടുക്കും, പിന്നെ അത് എഡിറ്റ് ചെയ്യാനായില്ല. അപ്പൊ ചേച്ചിയുടെ ഫേവറേറ്റ് ഡിഷ് ഇതാണോ? അല്ല, പിന്നെന്താണ്? ബിരിയാണി. ചേച്ചി എന്റെ ഫേവറേറ്റ് ഡിഷ് ഇതല്ല, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. കാരണം ചേച്ചി പറയണോ ഇതാണോ നിങ്ങൾ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കരുത്. പക്ഷെ ചേച്ചി ഉണ്ടാക്കിയതിൽ ഏറ്റവും ഫേവറേറ്റ് ഇത് തന്നെയാണോ? അല്ല, എനിക്ക് ഞാൻ ഉണ്ടാക്കണ അമ്മച്ചി ചിക്കനാണ് ഇഷ്ടം. അമ്മച്ചി ചിക്കൻ. അതിന്റെ വ്ളോഗ് എന്താ വരാത്ത? സമയമില്ല. പിന്നെ ഇവിടെ വന്ന് കുക്ക് ചെയ്യാന്ന് വിചാരിച്ചാൽ നല്ല ഫുഡ് ഉണ്ടാക്കി വെക്കും. അപ്പൊ മൂടും.
നമുക്കിനി ഇത് കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് ഓക്കെ. ഗൈസ് ഇത് വെളിച്ചെണ്ണ അപ്രൂവൽ കിട്ടാൻ വേണ്ടി ഉപ്പ് കുറവാ. ഓ ഷിറ്റ് ഗൈസ്. ഉപ്പ് ഞാൻ മെയിൻ ഷെഫ് വെളിച്ചനല്ല, മെയിൻ ഷെഫ്. മെയിൻ ഷെഫ്. ഇത് സൂസ് ഷെഫ്, ഇത് മെയിൻ ഷെഫ്. സൂസ് ഷെഫോ? സൂസ് ഷെഫ് സെക്കൻഡ് ഷെഫിന്. അയ്യോ ഇത് വെന്തു. ഇത് വെന്തു. എന്റെ അവസ്ഥ എങ്ങനെയാ? ഉപ്പിടാം. ഇതിൽ ഉപ്പിടണല്ലോ. മിക്സ് ചെയ്യാം. ഓക്കെ, അതെങ്ങനെ കഴിഞ്ഞു ഇതിനൊക്കെ ഇത്തിരി മസാല പിടിച്ചാൽ മതി ഗൈസ്. നമുക്ക് ഓൺലി ഇച്ചിരി മസാല പിടിച്ചാൽ മതി. അതിനൊക്കെ ഉപ്പിട്ടാ. ഓ മൈ ഗോഡ്. അമ്മ പഠിച്ചാ ഫോക്കസിൽ പറയാൻ കേട്ടോ, മൈൻഡ് അല്ലേ എന്റെ ഇത്തിരി വട്ടാണ്. അത്യാവശ്യം കോണോത്തുള്ള പ്രോൺസ് ഒന്നും ഇല്ലല്ലോ. അതങ്ങനെയാണല്ലോ നമ്മൾ കോൺ കുറയ്ക്കണം. അതെ, വെജീസാണ് നമ്മൾ അധികം ഹെൽത്തിയാണ്. ഹെൽത്തി കുട്ടന്മാരാണ് നമ്മൾ. ഈ 2026 നമ്മൾ ഹെൽത്തി കുട്ടന്മാരാണ് ഡിസൈഡ് ചെയ്യൂലേ. അതെ, സാധാരണ നമ്മള് എന്താ വീക്കെൻഡ് നൈറ്റ്സ് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ നമ്മള് ഫുൾ ഹോംലി മെയ്ഡ് ഫുഡാണ്. കുറച്ച് ബട്ടർ ഇട്ടുക ജസ്റ്റ് ഫോർ ദ ഫ്ലേവർ. എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു വ്ളോഗറായിട്ട് വളരില്ല. എങ്ങനെ വളരാണ്? ഇതിപ്പോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപ്പിട്ടോ എന്ന് ചോദിച്ചു വരുന്നുണ്ട്. നമ്മുടെ പല്ലില്ലാത്ത കാണുന്നുണ്ട് കേട്ടോ. ഇത് ഇനി ആന്റി കോൺ ടേസ്റ്റ് ചെയ്തോ. അങ്ങനെ നമ്മൾ ഇതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടു. അതുകൊണ്ട് തന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു. നമ്മുടെ സാധനം റെഡി. പക്ഷെ ഇവരെല്ലാരും പറയുന്നത് ഉപ്പ് കുറവാണെന്നാണ്. ഇപ്പോഴും ഇനി ഉപ്പ് നോക്കി ഇത് തീരുമെന്നാണ് എന്റെ പേടി. ഇവിടെ ഇപ്പൊ എല്ലാരും ഉപ്പ് നോക്കാൻ വരാം. ഇത് നമുക്ക് സെർവ് ചെയ്യാം. സ്വാദിഷ്ടമായ കോൺ ആൻഡ് പ്രോൺസ് മസാല ഫ്രൈ റെഡി. നമുക്കിത് മൊമെന്റ് ഓഫ് ദി ട്രൂത്ത് അറിയാം. നമുക്ക് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഷെഫ് നമ്മുടെ ജിൽസ മേവിൽ കഴിച്ചു നോക്കിയിട്ട് നമ്മളോട് അഭിപ്രായം പറയും. കൊടുത്താ മതി. തിന്നട്ടെ. സ്പെഷ്യൽ ഗസ്റ്റിനാണ് കൊടുക്കണേ. തീഫ് ഗസ്റ്റ് ചവറുകൾ. ഗസ്റ്റ് ആദ്യം പ്രോണ് തിന്നണോ ഇത് തിന്നണോ? എന്തെയൊക്കെ തിന്നുകളുടെ റിയാക്ഷൻ പറ. എന്താണ് ഈ തിന്നാണ്ടി? സൂപ്പർ. നോക്ക്, ഞാൻ ഇതിനു വേണ്ടി പറയണതല്ല, നന്നായിട്ടുണ്ട് ശരിക്കും. വെരി ഗുഡ്. വെരി ഗുഡ്. എനിക്ക് കോൺ തിന്നോക്കിയ young generation is very delicious make food. ചൂട് Perfect. Nice. Super. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? Well, my girls. ഓക്കെ, താങ്ക് യു. Well done my girls. ഞാനിന്ന് ബ്രൂണപ്പൻ ഇവിടെ ചുറ്റി പറ്റി നടക്കുന്നുണ്ട്. കഴിച്ചു നോക്കാം എങ്ങനെയാണ്. ഞാൻ അതിന് കോൺ ഞാൻ പ്രോൺസ് കഴിക്കാം. നമ്മുടെ ബ്രൂണപ്പനും ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അമേസിംഗ്. സിട്രസിയും You like it? അയ്യോ ഇത് എടുക്കാറില്ല. സോറി തിന്നാൻ. Vala to Bruno. Very yummy. La 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 la.
കാണുന്നത് ഇതിനാവില്ല മാർക്കറ്റ് പോകുമ്പോ ഇത് വെച്ച ചേച്ചി ഞാൻ അതൊന്നും വേണ്ട ഞങ്ങൾക്ക് നമ്മളൊന്നും കഴിക്കാറില്ല സക്സസ്ഫുൾ ആയി ഇന്നത്തെ ഡിഷ്. സബ്സ്ക്രൈബ് ഫോർ മോർ റെസിപ്പീസ്. ഗൈസ് കുറച്ച് വേസ്റ്റ് ഉണ്ടാവും എന്നല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ലെഫ്റ്റ് ഓവർ നോക്കാൻ സക്സസ്ഫുൾ. അതിന്റെ തടിയിലെ രഹസ്യം